നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു തരം മ്യൂച്വൽ ഫണ്ടിനെയും ആ കാറ്റഗറിയിലെ ഒരു മികച്ച മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ നിക്ഷേപിക്കുന്നുണ്ട്. എൻ്റെ ആ മ്യൂച്വൽ ഫണ്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയും അത് എന്തുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു, എന്തിനു വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വളരെ മികച്ച ഒരു നിക്ഷേപ മാർഗ്ഗമാണ്. ഒരു 5 അതിൽ കൂടുതലോ വർഷത്തിന് ശേഷം ആവശ്യം വരുന്ന പണം തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ്. ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ്. മുൻപ് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി ആയിട്ടായിരുന്നു ആദ്യം ഈ ഫ്ലെക്സി ക്യാപ് കാറ്റഗറി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനെ ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും വിദേശങ്ങളിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഒക്കെ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുമ്പോൾ പല തരത്തിലുള്ള കമ്പനികളിൽ നമ്മൾ നിക്ഷേപിക്കും. ചിലത് വലിയ കമ്പനികളായിരിക്കും, ചിലത് ഇടത്തരം കമ്പനികളായിരിക്കും, ചിലത് ചെറിയ കമ്പനികളായിരിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും 3 കാറ്റഗറി: ലാർജ്, മിഡ്, സ്മോൾ. അപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഈ 3 ക്ലാസിഫിക്കേഷനുകളിലുള്ള സ്റ്റോക്കുകളിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ നിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ ഗണത്തിൽപ്പെട്ട ഏറ്റവും മികച്ച റിട്ടേൺ കൺസിസ്റ്റൻ്റായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ്. എല്ലാ സൈസുകളിലുള്ള കമ്പനികളുള്ളത് കൊണ്ടും പല മാർക്കറ്റ് അവസ്ഥകളിലും നമ്മൾക്ക് ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത നിക്ഷേപ ലാഭം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളേക്കാൾ കൂടുതൽ ലാഭം തരുന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളല്ലേ, അതൊക്കെയല്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ്പിനേക്കാൾ ലാഭം തരുന്ന അവസരങ്ങളുണ്ടായിരിക്കും, അതേപോലെ തന്നെ വലിയ നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഒരു ദീർഘകാലത്തേക്ക്, ഇപ്പോൾ ഒരു 10-15 വർഷത്തേക്കൊക്കെ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് സ്മോൾ ക്യാപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ആളുകൾക്കും നമ്മളിപ്പോഴുള്ള സാധാരണ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ യോജിക്കുന്ന ഒരു ഫണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളാണ്. പ്രധാനമായിട്ടും അതിന് ഒരു നേട്ടം കിട്ടാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ്. അതായത് ലാർജും സ്മോളും മിഡുമായിട്ടുള്ള കമ്പനികളിൽ ഒരു നിശ്ചിത അനുപാതത്തിൽ ഇട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ റിസ്ക് നമുക്ക് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ ഇപ്പോഴും ഇതിലെ മാറ്റങ്ങൾ കൂടിയ ലാഭം, ആൽഫ കൂടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഫണ്ട് മാനേജർമാർക്ക് വളരെ മികച്ച നേട്ടം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ട് ക്ലാസിഫിക്കേഷനാണ് ഈ ഫ്ലെക്സി ക്യാപ്പുകൾ വരുന്നത്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ സ്മോളിലും മിഡിലും ലാർജിലും ഉള്ള അലോക്കേഷനുകൾ ഫ്ലെക്സിബിളായിട്ട് മാറ്റം വരുത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് തന്നെയാണ് ഈ ഇത്തരം പോർട്ട്ഫോളിയോകൾ വളരെ മികച്ച ലാഭം കൺസിസ്റ്റൻ്റായിട്ട് ഏത് മാർക്കറ്റ് കണ്ടീഷനും നമുക്ക് കിട്ടുന്നത്. എല്ലാ സെക്ടറുകളിലും എല്ലാ മാർക്കറ്റ് ക്യാപ്പുകളിലും ഉള്ള ഫണ്ടുകളിലേക്ക് ഒരു എക്സ്പോഷർ വരുന്നു എന്നുള്ളത് തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന്, ഒരു 5 വർഷത്തിൽ കൂടുതലോ അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതലോ ഒക്കെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഫണ്ടുകളാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ. പല കമ്പനികൾക്കും ഫ്ലെക്സി ക്യാപ് ഫണ്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ HDFCക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ടുണ്ട്, അതുപോലെ SBI ഫ്ലെക്സി ക്യാപ് ഉണ്ട്, കോട്ടക്കിന് ഫ്ലെക്സി ക്യാപ് ഫണ്ടുണ്ട്. ഇത് ഇങ്ങനെ മിക്കവാറും എല്ലാ കമ്പനികൾക്കും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ കുറേ കാലമായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടിൻ്റെ പേര് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് എന്നാണ് ഇതിൻ്റെ പേര്. 5 വർഷമായിട്ട് 44.25%, ലാസ്റ്റത്തെ വർഷം 44.25%, 3 വർഷത്തിൻ്റെ കാലയളവ് നോക്കുമ്പോൾ 24.03%, 5 വർഷത്തിൻ്റെ കാലം നോക്കുമ്പോൾ 24.91% ഒക്കെ നേട്ടം തന്നിട്ടുള്ള വളരെ മികച്ച ഒരു ഫണ്ടാണ് പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. നിങ്ങളിവിടെ കാണുന്നത് പോലെ 15,40,000 രൂപ ഇത് എൻ്റെ ഒരു പോർട്ട്ഫോളിയോയിൽ ഇട്ടത് ഏകദേശം 30 ലക്ഷത്തിനടുത്ത് ആയിട്ടുണ്ട്. അധികം കാലമായിട്ടില്ല ഈ നിക്ഷേപം തുടങ്ങിയിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 73% പണം നമ്മളിടുന്നത് ജയൻറ്റ് കമ്പനികളായിട്ടുള്ള ഏറ്റവും മികച്ച വലിയ കമ്പനികളിൽ, ഇന്ത്യൻ കമ്പനികളിലും വിദേശ കമ്പനികളിലുമായിട്ട് ഇടുന്നതാണ്
73% പൈസ, 14% ഒരു ലാർജ് ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളിലും 11% മിഡ് ക്യാപ്പായിട്ടുള്ള സ്റ്റോക്കുകളിലുമാണ് ഇവർ കൂടുതൽ നിക്ഷേപിക്കുന്നത്. ഇതിൽ ഇടുന്ന മൊത്തം പൈസയുടെ 86% ഇക്വിറ്റിയിലും 12% ഡെറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളിലാണ് നിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ 55,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വലിയൊരു ഫണ്ടാണിത്. എങ്കിലും ഇത് ഡീൽ ചെയ്യുന്നത് വൻ കമ്പനികളുടെ സ്റ്റോക്കുകൾ കൊണ്ടാണ് കൂടുതലും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫണ്ടിൻ്റെ സൈസ് കൂടിയത് വലിയൊരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിന് മറ്റൊരു ഡൗൺ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ 2% എക്സിറ്റിലൂടെ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് നിക്ഷേപിച്ചിട്ട് 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻവലിക്കുന്ന എമൗണ്ടിൻ്റെ 2% ഫൈനായിട്ട് കൊടുക്കണം. 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 1% ഫൈനായിട്ട് കൊടുക്കണം. 2 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് എക്സിറ്റ് ലോഡ് വരില്ല. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ ഇതിന് ചിലവായിട്ട് വരുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.55% ആണ്. അത് വളരെ നോമിനലായിട്ടുള്ള ഒരു പെർസെൻറ്റേജാണ്. ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഉള്ള ഒരു ഡയറക്ഷനോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതിനുള്ള ഒരു ഡയറക്ഷനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫണ്ട് എൻ്റെ റിട്ടയർമെൻറ്റ് ആവശ്യത്തിനുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫണ്ടാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ്. ഇത് നമ്മളുടെ അവരുടെ ഫണ്ട് ഹൗസിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോളിയോ ആണ്. ഇത് നിങ്ങൾ കാണുന്നത് MF സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് നിങ്ങളത് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് സെറോദയുടെ കൈറ്റ് പോലുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രോ ആപ്പ് പോലുള്ള, കുബേര പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് ഈ ഫണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത് യോജിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾക്ക് യോജിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ലഭിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8848030018 എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.